ചൊവ്വ എന്ന ഗ്രഹം മണ്ഡലത്തെ നൽകുന്ന ഗ്രഹമാണ്. ത്രികോണാകൃതിയിൽ പത്മമിട്ട് ചുവന്ന നിറത്തിലുള്ള ധൂളി കൊണ്ട് തന്നെ നിറച്ച ചുവന്ന നിറത്തിലുള്ള വസ്ത്രം കൊണ്ട് അദ്ദേഹത്തിനെ അലങ്കരിച്ചിട്ടാണ് ഈ ചൊവ്വയുടെ പൂജിച്ചിരിക്കുന്നത്. തുവരപ്പരിപ്പ് എന്ന ധാന്യമാണ് ചൊവ്വയ്ക്ക് വിശേഷമായത്. ചൊവ്വ എന്ന മൂർത്തിയെ സങ്കല്പിച്ചിട്ടുള്ള അംഗാരകായ നമഃ. ഏറ്റവും കിഴക്കേ ഭാഗത്ത് നടുക്കിൽ പഞ്ചനക്ഷത്രത്തിന്റെ ആകൃതിയിൽ കർമ്മമിട്ട് വെളുത്ത പൊടി കൊണ്ട് നിറച്ച അമര എന്ന ദ്രവ്യം കൊണ്ട് വെളുത്ത വസ്ത്രം കൊണ്ട് അലങ്കരിച്ചാണ് ശുക്രൻ എന്ന മൂർത്തിയെ പൂജിച്ചിരിക്കുന്നത്. ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. ശുക്രായ നമഃ. തെക്ക് കിഴക്ക് മൂലയ്ക്ക് ചതുരാകൃതിയിലുള്ള പത്മമിട്ട് വെള്ള നിറത്തിലുള്ള പൊടി കൊണ്ട് നിറച്ച് അരി എന്ന ദ്രവ്യത്തെ വെച്ച് വെള്ള വസ്ത്രം കൊണ്ട് തന്നെ അലങ്കരിച്ചിട്ടാണ് ചന്ദ്രൻ എന്ന മൂർത്തിയെ പൂജിച്ചിരിക്കുന്നത്. ചന്ദ്രനെ തൊഴ സോമായ നമഃ. വടക്ക് കിഴക്ക് മൂലയ്ക്കായിട്ട് പച്ച നിറത്തിലുള്ള പട്ടുകൊണ്ട് അലങ്കരിച്ചത് ബുധൻ എന്ന ഗ്രഹമാണ്. അമ്പിൻ്റെ ആകൃതിയിൽ പത്മമിട്ട് മഞ്ഞപ്പൊടി കൊണ്ട് നിറച്ച് ചെറുപയർ എന്ന ദ്രവ്യം വച്ചിട്ടാണ് ഇവിടെ ബുധനെ പൂജിച്ചിരിക്കുന്നത്. ബുധനെ തൊഴ ബുധായ നമഃ. ഈ വടക്കേ ഭാഗത്ത് നടുക്കിൽ മഞ്ഞ പട്ടുകൊണ്ട് തന്നെ അലങ്കരിച്ച ദീർഘചതുരത്തിലുള്ള പത്മമിട്ട് മഞ്ഞപ്പൊടി കൊണ്ട് നിറച്ച കടല എന്ന ദ്രവ്യം വെച്ചിട്ടാണ് ബൃഹസ്പതി അഥവാ വ്യാഴം, ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹത്തിനെ ഇവിടെ പൂജിച്ചിട്ടുള്ളത്. ആ ഗുരുവിൻ്റെ അനുഗ്രഹം, വ്യാഴത്തിൻ്റെ ആനുകൂല്യം എപ്പോഴും ഉണ്ടാവണമെന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ബൃഹസ്പതയേ നമഃ. ഇനി ഏറ്റവും പടിഞ്ഞാററ്റത്ത് നടുക്കിലായിട്ടാണ് ശനി എന്ന ഗ്രഹം. വില്ലിൻ്റെ ആകൃതിയിൽ പത്മമിട്ട് കറുത്ത നിറമുള്ള പൊടി കൊണ്ട് നിറച്ച് എള്ള് എന്ന ദ്രവ്യത്തെ വെച്ച് കറുത്ത വസ്ത്രം കൊണ്ട് അലങ്കരിച്ചിട്ടാണ് ഇവിടെ ശനി എന്ന ഗ്രഹത്തെ പൂജിച്ചിരിക്കുന്നത്. സാധാരണ ശനിയെയാണ് എല്ലാവർക്കും പേടി. നമുക്ക് സുഖം തരുന്ന ആളും ദുഃഖം തരുന്ന ആളും ശനിയാണ്. ശനി അനുകൂലമായി നിന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സുഖഭോഗാദികൾ അനുഭവം